ദർശന കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന ചാവറ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും സെന്റ് ചാവറ അവാർഡ് ദാന ചടങ്ങും കോട്ടയം BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ദർശന കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന ചാവറ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും അവാർഡ് ദാന ചടങ്ങും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. കേരളത്തിലെ വിരലിലെണ്ണാവുന്ന നവോത്ഥാന നായകരിലൊരാളാണ് വിശുദ്ധ ചാവറയച്ചനെന്ന് ഗവർണർ പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചാവറയച്ചനും ക്രിസ്ത്യൻ സമൂഹവും നൽകിയ സംഭാവനകളെ PS ശ്രീധരൻപിള്ള അനുസ്മരിച്ചു. ഇന്നത്തെ സഭ്യത്തിൽ നവോത്ഥാനത്തോട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്തെ നവോത്ഥാന നായകന്മാർ എല്ലാ പ്രസ്ഥാനങ്ങളോടും എല്ലാ മതങ്ങളോടും എല്ലാ വിശ്വാസങ്ങളോടും ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കോട്ടയം BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് അധ്യക്ഷനായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിന് വിശുദ്ധ ചാവറയച്ചൻ നൽകിയ സംഭാവനകൾ എന്ന വിഷയത്തിലാണ് പ്രഭാഷണ പരമ്പര നടക്കുക. ചാവറപിതാവിൻ്റെ പേര് വരാത്തതിലുള്ള അദ്ദേഹത്തിൻ്റെ ദുഃഖം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ പോലെ ആൾക്കാർ ഇത് ദുഃഖിക്കുകയല്ല വേണ്ടത്, ആ വിടവ് നികത്താൻ വേണ്ടി ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ രാജ്യത്ത് ഇവിടെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ലിസ്റ്റ് തയ്യാറാക്കുന്നതും പേര് ചേർക്കുന്നതും പേര് വെട്ടുന്നതും എല്ലാം രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമായി പോകുമ്പോൾ ഇതുപോലെയുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിക്കാം. പ്രൊഫസർ ആന്റണി P. ജോസഫ്, റവറൻഡ് ഫാദർ ജോണി എടക്കര, മിനി M. മാത്യു, ഡോക്ടർ സ്റ്റെഫി തോമസ് എന്നിവർ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങി. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആധ്യാത്മിക മേഖലകളിൽ ഒരു പ്രകാശം നൽകിയ മതങ്ങളുടെ ഇടപോലെ നിലകൊണ്ട ജ്യേഷ്ഠശാലിയായ സാമൂഹിക പ്രവർത്തനവും പണ്ഡിതനും വിശുദ്ധമായിരുന്ന ചാവറ വിദ്യാഭ്യാസങ്ങൾ മാത്രമേ ഏതൊരു സമൂഹം അഭിവൃദ്ധി വാക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയേറെ സ്കൂളുകളിൽ സ്ഥാപിച്ചത്. കത്തോലിക്ക സഭ പുരോഗതിക്ക് ഉന്നമനത്തിന് വേണ്ടി ഇത്രയേറെ ത്യാഗസ്നേഹിച്ച് അദ്ദേഹം ചെയ്തതുപോലെ മറ്റൊരു വ്യക്തിയും അദ്ദേഹത്തിന് മുൻപേ കടന്നുപോയിട്ടില്ല, ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആധുനിക രാഷ്ട്രീയ സാമൂഹിക ചരിത്രവും വേണ്ടത്ര പരിഗണന ശ്രദ്ധിക്കാതെ പോയ ഒരു മഹാപ്രതിജ്ഞയാണ് അദ്ദേഹം. ഇനി കൂടുതൽ മനസ്സിലാക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട വ്യക്തിത്വമാണ് ചാവറയച്ചൻ്റെ. ദർശന കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ, കേരള സ്റ്റേറ്റ് ടീച്ചർ അവാർഡ് വിന്നറും കിഡ്നി ഡോണറുമായ മിനി M. മാത്യു, തമിഴ്നാട് വെള്ളൂരിലെ സ്നേഹദീപം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ മാനേജർ ഫാദർ ജോണി എടക്കര, ഗബറോൺ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലോ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് മാനേജിംഗ് ഡയറക്ടർ പ്രൊഫസർ ആന്റണി P. ജോസഫ്, കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CMI സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഡോക്ടർ അബ്രഹാം വെട്ടിയാങ്കൽ, BCM കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സ്റ്റെഫി തോമസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. BMTV ന്യൂസ്, കോട്ടയം.